പൊട്ടിയിട്ടുള്ളത്. 10 വീടുകളെ ബാക്കിയുള്ളൂ. പൊട്ടി വരുന്നുണ്ട്. ഞങ്ങൾ പോകട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നടന്ന് 1 വർഷം പൂർത്തിയാകുമ്പോൾ ദുരന്തബാധിതരുടെ ജീവിതത്തിലേക്ക് മാതൃഭൂമി ന്യൂസ് വീണ്ടും ഒന്ന് ക്യാമറ തിരിക്കുകയാണ്. അവരിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു? ഇവിടെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയാണ്. സാനിയ. അമ്മയുടെ ഓപ്പറേഷനുമായിട്ട് വന്നതാണ്. പക്ഷേ സാനിക്ക് ഹിന്ദി അറിയാം. അപ്പോൾ സാനി ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട് പരിക്കേറ്റ് ഒഡീഷ സ്വദേശിനിയായ പ്രിയദർശിനിയെ കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ ആ ചേച്ചിനെ കണ്ടപ്പോൾ അങ്ങ് ചോദിച്ച് എന്താ പറ്റിയതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് നോക്കുമ്പോൾ എന്നോട് ഒറീസയിലാണ് സംസാരിച്ചത്. ജസ്റ്റ് എനിക്ക് മനസ്സിലായിക്കില്ല. പിന്നെ ഞാൻ ഹിന്ദിയിൽ സംസാരിച്ച് നോക്കിയ ഒരു ടൂറായിട്ട് വന്ന 4 പേരുണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡും വൈഫും. ഈ വൈഫാണ് ഇവിടെ കിടക്കുന്നത്. ഹസ്ബൻഡ് ഇപ്പം മരണപ്പെട്ടിക്ക്. പ്രിയദർശിനി ഫ്രം ഒഡീഷ, കെയർ ഓഫ് സാനിയ. മേപ്പാടിയിലെ കണ്ണ് നിറയ്ക്കുന്ന സ്നേഹക്കാഴ്ച. 1 വർഷം മുമ്പുള്ള ഈ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. 1 വർഷത്തിന് ശേഷം സ്നേഹക്കാഴ്ച ഒരുക്കിയ സാനിയ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു സാനിയ ഇപ്പോൾ? ഞാൻ ഡിഗ്രി പഠിക്കുന്നു. നീലഗിരി കോളേജിൽ സെക്കൻഡ് ഇയർ ആണ് ഇപ്പം. BSc സൈക്കോളജി. സൈക്കോളജി നല്ല വിഷയമാണ് സാനിയയ്ക്ക്. അന്നത്തെ സാഹചര്യം ഓർക്കുന്നുണ്ടോ? ഓ, അത് ഓർമ്മയുണ്ട്. കുരൽമല മുണ്ടക്കായി ആ ടൈമത്തെ സിറ്റുവേഷൻ ആർക്കും മറക്കാൻ പറ്റില്ല. അങ്ങനെ ചേച്ചീനൊക്കെ ഹെൽപ്പ് ചെയ്തിരിക്കാനും പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഓരായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ പിന്നെ മെമ്മറീസ് ബാക്ക് ഇതായിപ്പോവും. പിന്നെ ഒരു സങ്കടത്തിലായിപ്പോവും. പിന്നെ അതിനായിട്ട് ഞാൻ അധികം കോണ്ടാക്ട് ചെയ്യൂല. അമ്മയായിട്ട് പോയതല്ലേ ആശുപത്രിയിൽ? അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അവരെ ഒന്ന് കെയർ ചെയ്യാം എന്ന് കരുതുന്നത്. അത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ ഒരു മനസ്സും കൊണ്ട് ഹെൽപ്പ് ചെയ്തതാണ് അവിടെ. ജസ്റ്റ് ഉമ്മാനെ നോക്കും പോലെ ഓരോ നോക്കി പിന്നെ ഹെൽപ്പ് ചെയ്തപ്പോൾ ഒരു മനസ്സിലേക്കൊരു സന്തോഷം. അവർ ഒഡീഷയ്ക്ക് പോകുമ്പോൾ വലിയ വാർത്തയായിരുന്നു. അന്ന് ഉണ്ടായിരുന്നു അവർ യാത്ര ചെയ്യുമ്പോൾ സാനിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ഓരിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു അച്ഛനൊക്കെ എന്നോട് സംസാരിച്ച് ഒരു പോകുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ്. ഭർത്താവിൻ്റെ മൃതദേഹം കിട്ടിയായിരുന്നോ? ഇല്ലല്ല. ഇപ്പം അവരെന്ത് ചെയ്യുന്നു? ഒരു നേഴ്സ് ചെയ്യുന്നു. ഇപ്പൊ നേഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പം അങ്ങനെ അതിനായിട്ട് എന്തോ സ്റ്റഡി ചെയ്യുന്നവര്. ഇപ്പോഴും അടുത്ത ബന്ധമാണ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയി ചോദിക്കും, ഓക്കെ അല്ലേ, ഇങ്ങനെ സങ്കടം ഒന്നും ആയിട്ട് കാര്യമല്ല, റെഡി ആവും എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. അപ്പോൾ ഓരും പറഞ്ഞു ഓക്കെ ആണ്, അത് മറക്കാൻ പറ്റില്ല, എന്നാലും ഓക്കെ ആണ് എന്നറിയാം. हेलो कैसी हो आप? ठीक हो गई? अच्छी दिख रही हो. कैसी चल रही है कॉलेज? ठीक है सर. हाँ, खाना खा लिया मॉर्निंग? हाँ, देखने का मन कर रहा था इसीलिए कॉल कर दिया. तुम्हारा मम्मी ठीक है? हाँ ठीक है. कैसे हैं घर पे सब लोग? सब ठीक है. വർഷം 1 അടുക്കാറാവുമ്പോഴും സാനിയയും പ്രിയദർശിനിയും തമ്മിലുള്ള ആ ബന്ധം കൂടുതൽ തീവ്രമായി വരികയാണ്. ഇപ്പോൾ ഈ സംഭാഷണത്തിൽ കേട്ടല്ലോ, അവർക്കുള്ള എല്ലാ ധൈര്യവും കൊടുക്കുന്ന ഇപ്പോൾ സാനിയ. ഈ ദുരന്ത സാഹചര്യങ്ങൾ സാനിയയെ കൂടുതൽ പ്രചോദിതയാക്കിയിരിക്കുകയാണ് ഒരു നല്ല സൈക്കോളജിസ്റ്റായി മാറാൻ വേണ്ടി. സാനിയയുടെ ആഗ്രഹം നടക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ അതിജീവനം എന്നൊക്കെ പറയുന്നത് അഭിജിത്ത് എന്ന് പറയുന്ന
ഈ ഒരു യുവാവാണ്. ശ്മശാനത്തിൽ വെച്ച് വാവിട്ട് കരയുന്ന അഭിജിത്തിൻ്റെ മുഖം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിജിത്ത് ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. 1 വർഷമാകുന്നു. അഭിജിത്തിൻ്റെ ജീവിതം ഇപ്പം എങ്ങനെയാണ്? കുഴപ്പമില്ല, ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവരെ താഴത്തെ വലിയച്ഛൻ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ അതേ ഒരു ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര മിസ് ചെയ്യുന്നില്ല. കാരണം ഇവർ എല്ലാവരും ഒരേപോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. അത് പിന്നെ വിഷമം വന്നാൽ കരഞ്ഞു തീർക്കാന്നല്ലാതെ വേറൊന്നും നമുക്ക് പറയാനില്ല. അന്ന് തിരുവനന്തപുരത്തായിരുന്നു പഠിക്കുന്നത്? തിരുവനന്തപുരത്തായിരുന്നു. ഏതിനായിരുന്നു? ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇപ്പോഴും? ഇപ്പോൾ ഞാൻ BTTM ട്രാവൽ ടൂറിസം അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിഗ്രി എടുക്കാൻ വെച്ചു. ഡിഗ്രി എടുക്കും. അന്ന് അവിടെ പഠിക്കുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടു. പിന്നീട് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൂ. ഞാൻ ആദ്യം ഈ ഡേറ്റാണ് പോകാൻ പറ്റാത്ത, മഴയൊക്കെ ആയതുകൊണ്ട് വീക്കെൻഡിൽ ഇങ്ങനെ പോകുന്നത്. വീടെല്ലാം ആ സ്ഥലം വിളിച്ചു പോയി. വിളിച്ചു പോയത്. എന്താണ് ഇനി ഒരു ലക്ഷ്യബോധം? പഠിക്കണം, നന്നാക്കി വേണ്ടി ജീവിക്കുക. അല്ലാണ്ട് ഇനിയിപ്പോൾ കുറേ കൂട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അതേപോലെ ഒരു വീട്ടിലോട്ട് ചെന്നാകും പോകും. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക? അവിടെ വാടകയ്ക്ക് താമസിക്കും. ഈ മഴയൊക്കെ വരുമ്പോൾ ഒരു ഭീതി മനസ്സിൽ? ഇല്ലല്ല, ഇപ്പം അങ്ങനത്തെ ഇല്ല. ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല. വന്നാൽ പോകും, മനുഷ്യൻ്റെ കാര്യമല്ലേ. ജീവനെ പേടിയൊന്നുമില്ല. ഇപ്പോൾ പോയാൽ പോട്ടെ വെച്ചിട്ടൊക്കെ. പെർമനൻ്റ് ആരും ഇവിടെ ഇല്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ പലതും പറയും, ഇവർ ഇത്രയും പേര് പോയിട്ട് ഇവന് സന്തോഷമായി നിൽക്കുന്നത്. ഇതിലെ കേട്ടിട്ട് ഇതിലേ വിടുക. എന്താ പഠനം കഴിഞ്ഞൊരു ജോലി അല്ലേ? ഇനി അവിടെ ഒരു തിരിച്ചു പോക്കില്ലല്ലോ അല്ലേ? ആ സ്ഥലം പോകാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകും. എന്തായാലും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, ഇനി പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. വല്യമ്മ എപ്പോഴും പറയും, ഇപ്പോൾ ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഇവിടുത്തെ ചേച്ചീനെ, വല്യമ്മേൻ്റെ മോളെ. ബാക്കിയുള്ള 2 മക്കളായി. ഇപ്പോൾ 3 മക്കളുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല എന്ന് അറിയുന്നു. 3ാമതൊരു മോൻ വന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ഈ 2 മക്കളെന്ന് പറയണ്ടല്ലോ, 3 മക്കളെന്ന് പറയാമല്ലോ എന്ന് അറിയും. ഏകനാണെന്ന് പറയുമ്പോഴും എല്ലാവരും ഉണ്ട് അഭിജിത്തിന്. അഭിജിത്തിന് ഒരു പുതിയ ലക്ഷ്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി പഠിക്കുക, ജോലി തേടുക. ഒരുപക്ഷെ തളരരുത് എന്നൊക്കെ പറയുന്നൊരു ക്ലീശേ വാചകമാണ്. പക്ഷേ എന്നാലും അഭിജിത്ത്, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലമുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അതെല്ലാം കടന്നു പോയ പോലെ, കഴിഞ്ഞു പോയ പോലെ കരുതുക. അങ്ങനെ പറ്റില്ല എങ്കിലും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. ഉമ്മച്ചി എന്ത് ചെയ്തു, മേലേക്ക് ഓടി വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു. കുടോ വെള്ളം കയറി, വേഗം വാതിൽ തുറക്കുക. ഞാൻ വാതിൽ തുറന്നതും സീലിംഗ് എല്ലാം കൂടി പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അടുക്കള ഭാഗം ഒലിച്ചു പോകാൻ തുടങ്ങി. വീടിൻ്റെ ഒരു സൈഡ് ഇടിയാൻ തുടങ്ങി. 21 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പുരയായിരുന്നത്. അത് 4 മിനിറ്റും കൊണ്ട് അത് പൊളിഞ്ഞ് എല്ലാം പോയി. ഒന്നുമില്ലാതെ 0 നിന്ന് തുടങ്ങണേ. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ചില മുഖങ്ങൾ മനസ്സിലിങ്ങനെ ഉടക്കിക്കിടക്കും. അത്തരത്തിലൊരു മുഖമായിരുന്നു ഷഹാനയുടേത്. ഈ ദുരന്തം സംഭവിച്ച് 1 വർഷമാകാറാവുമ്പോൾ ഷഹാന എന്ത് ചെയ്യുന്നു? ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അച്ഛനോടൊപ്പം പറഞ്ഞ പെൺകുട്ടിയാണ് ഷഹാന. ഷഹാന ഇപ്പോൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. 1 വർഷം ആറാകുന്നു. ഷഹാനയുടെ ജീവിതത്തിൽ വന്ന മാറ്റം അതിന്ന് ഒക്കെ റിക്കവറായിട്ട് വരുന്നു. പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. പക്ഷെ സൗണ്ട് പേടിയായി ഇപ്പോൾ ഭയങ്കരമായിട്ട്. ഇപ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത് പോലെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. ശബ്ദത്തിനോടൊരു പേടി വരാൻ കാരണം അന്നത്തെ ആ ഒരു മുഴക്കമാണോ? പൊട്ടി വരുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉമ്മച്ചാണ് ഇതൊക്കെ കണ്ടത്. എന്റെ ഉമ്മച്ചാണല്ലോ വന്ന് വിളിക്കുന്നത്. പക്ഷെ ഡോർ തുറന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ, ശബ്ദം, ആ വെള്ളം ഒലിക്കുന്ന, വെള്ളം ഇങ്ങനെ പൊന്തുന്ന, അത് പെട്ടെന്ന് നമുക്ക് മൈൻഡിലേക്ക് വരും. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കൊരു പേടിയായിരിക്കും. അന്ന് SKMJ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ചിട്ട് ഉപ്പായിക്ക് ധൈര്യം കൊടുത്തിരുന്നു. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എനിക്ക് ധൈര്യം തരുന്നു. 2 നില വീടല്ലായിരുന്നു? അന്ന് അത് പോയി.
സ്വന്തമായിട്ടൊരു വീടില്ല, നമുക്കൊരു അഡ്രസ്സ് ഇല്ല, പെർമനന്റ് അഡ്രസ്സ് ഇല്ല. അഡ്രസ്സ് ഉണ്ടായതൊക്കെ അവിടെയല്ലേ, എല്ലാം ഒക്കെ പോയില്ലേ. ഇപ്പൊ ഇവിടെ വാടകയ്ക്കാ താമസിക്കുന്നത്? ഇപ്പൊ വാടക ആരും കൊടുക്കാം? വാടക 6000 സർക്കാർ കൊടുക്കും. സർക്കാർ തരും, ബാക്കി 2000 നമ്മൾ കയ്യിൽ പോകും. ഈ ബാങ്കിലെ ജോലി സ്ഥിരമാണോ? ഇല്ല, ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് എന്നോട് പറഞ്ഞ ബാങ്ക് കോച്ചിങ് നടത്തുകയായിരുന്നു. ബാങ്ക് കോച്ചിങ് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ നല്ല വർക്കും ചെയ്യുന്നുണ്ട്. ഉപ്പ എത്ര നാൾ മുമ്പ് പോയി അങ്ങോട്ട്? ഉപ്പച്ചി ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പോയി. വീണ്ടും സ്വരുക്കൂട്ടാനായിട്ട് പോയതാണ്. ഉപ്പച്ചിൻ്റെ ഒരു കഷ്ടപ്പാടാണ് ആ വീട്. 1 വർഷമായിട്ടുള്ളൂ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ. അപ്പോത്തിന് ഉരുളും കൊണ്ടുപോയി. അതിജീവനത്തിന്റെ പാതയിലാണല്ലോ. എന്താ ഒരു ആഗ്രഹം? ഇനി പഠിച്ചൊരു ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. ഉമ്മ ഒരു ഷോക്കിൽ നിന്ന് മാറിയോ? ഉമ്മച്ചി ഇപ്പം ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എൻ്റെ ഒരു ദിവസം അങ്ങനെ പോകും. ഉമ്മച്ചിൻ്റെ അങ്ങനെയല്ല. ഉമ്മച്ചി ഒരു ദിവസം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഞാൻ ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വരിക എനിക്ക് എൻ്റെ റൂമിൽ എൻ്റെ കട്ടിലൊന്ന് എനിക്ക് കിടന്നുറങ്ങണമെന്ന്. എനിക്കിപ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹം വരും. കാരണം വാടക വീട്ടിലല്ലേ, എത്രയായാലും നമ്മുടെ സ്വന്തം വീട് നമുക്ക് മിസ് ചെയ്യും. ഷഹാനയുടെ ഒരു സ്വപ്നം ഒരു ആ പഴയ മുറിയും കട്ടിലും ഒക്കെയാണ്. പക്ഷേ ഒരു നല്ല ജീവിതം ഷഹാനയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഒരു നല്ല വീട്, രണ്ടാമത് സ്വപ്നം ബാങ്കിലൊരു ജോലി, ഇതൊക്കെ നടക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ സ്വന്തം വളർത്തുമൃഗമായ പൊന്നോമനയായ റോസിയുമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് സുചിത്രയും അവരുടെ മോനും. എന്താ സംഭവിച്ചതെന്ന്? ഒന്ന് 12 മണിക്ക് ഒരു പൊട്ടലായിരുന്നു, ഫസ്റ്റ് പൊട്ടൽ തുടക്കം. അത് കേട്ട് ഞങ്ങൾ ഉണർന്ന് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നു. പക്ഷെ അടുത്ത വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, എമ്മാരി വരവാ വന്നതെന്ന്. അതിൽ ഇതിനെയും പിടിച്ച് മക്കളെയും പിടിച്ചിട്ട് ഓടിക്കോളി മക്കളെ പറഞ്ഞു എടുത്തിട്ട് ഞങ്ങൾ ഓടുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ ഞങ്ങളെ ഏട്ടനും ഞങ്ങളെ കൂടെ പുറപ്പോളും ഞങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ നേരം വെളുത്തപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ നാടേ അല്ല അത്. ഇതിനെ മാത്രം ഞങ്ങൾ കൈ പിടിച്ചു സേഫായിട്ട്. ഇതിനെ വിട്ട് വരാൻ തോന്നില്ല. കോഴികളും പ്രാവുകളിനൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്ന് മക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടുന്നതിനിടയിൽ സ്വന്തം വളർത്തുനായായ റോസിയെ ശരീരത്ത് കെട്ടിവെച്ച് രക്ഷപ്പെടുത്തിയ സുചിത്ര എന്ന തോട്ടം തൊഴിലാളിയെ മറക്കാൻ കഴിയില്ല. സുചിത്രയും വളർത്തുനായായ റോസിയും സുഖമായിരിക്കുന്നു. കാണട്ടെ. അന്നത്തെ ഒരു സാഹചര്യം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ അത്രയും സൗണ്ടിലാണ് വന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ അറിയില്ലായിരുന്നു. നേരം വെളുത്ത് നോക്കിയപ്പോൾ വല്ലാത്തൊരു പ്രയാസം തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ. രക്ഷപ്പെട്ട് പറഞ്ഞാൽ ഞാൻ മോൻ പറഞ്ഞു അമ്മ വേഗം പോരുകയെന്ന് പറഞ്ഞു. വരുന്നുണ്ട് അമ്മ, ഉരുൾപൊട്ടി വരുന്നുണ്ട്, വേഗം ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എന്താട്ടോ ഒന്നും നോക്കിയില്ല, അവനെയും പിടിച്ചു, പട്ടീനെയും കൈ പിടിച്ചിട്ട് റോസിനെയും കൈ പിടിച്ച് വേഗം കെട്ടി ഒരു ഷാളെടുത്ത് മുറുക്കി കെട്ടിയിട്ട് കാട്ടിലേക്ക് ഒരു ശരീരത്തിലേക്ക് മുറുക്കി കെട്ടിയിട്ട് ഒരു പുതപ്പും പുതച്ചിട്ട് കുന്നുമലയിൽ കയറിയിട്ട് അവിടെ നിന്നു. ഇറങ്ങി നേരെ ബംഗ്ലാവ് അസിസ്റ്റന്റ് മാനേജർ ബംഗ്ലാവിലോട്ട് നടന്നു എല്ലാവരും കൂടിയിട്ട്. ഈ സാധാരണക്കാരല്ല ഈ വളർത്തുമൃഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോവാ ചെയ്തേ. എന്താ ഇവനെ കൂടെ കൂട്ടാൻ തോന്നി? എന്ത് സംഭവിച്ചാലും വേറെ എന്ത് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു മക്കള്. ഉപേക്ഷിക്കാൻ തോന്നിയില്ല. മേത്ത് കെട്ടി വെച്ചിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു. ഇപ്പൊ ഇവിടെ താമസം. ഇത് കമ്പനിയുടെ എസ്റ്റേറ്റ് റൂം. തൊഴിലിപ്പം നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്നുണ്ട്. സുഖമായിരിക്കുന്നു. ഇപ്പൊ കുഴപ്പമില്ല. റോസി സുഖമായിരിക്കുന്നു. അന്ന് ഇവൻ ഇത്രയും ചെറുതായിരുന്നു. ഇപ്പൊ 2 വയസ്സായി. റോസി ശരി മോനെ, നീ അവിടെയും പോണ്ട, മഴയും കാറ്റും ഒക്കെയാണ് വരുന്നത്.
പോണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വരാം പറഞ്ഞിട്ട് പോയ ആളാണ്. എൻ്റെ മോൻ എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതല്ലേ, പിന്നെ തിരിച്ചു വന്നില്ലല്ലോ, പിന്നെ എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. എനിക്ക് എന്തായാലും എൻ്റെ മോനൊന്ന് കണ്ടു മുട്ടിയാൽ മതി. പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി അതിനുശേഷം കാണാതായി. അതിനുശേഷം ക്യാമ്പിൽ ഒരു ദുഃഖമായി മാറിയിരുന്നു ശരത്തിൻ്റെ അമ്മ സുബലക്ഷ്മി. പിന്നീട് മകൻ മരിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ അമ്മ സുബലക്ഷ്മിക്ക് കിട്ടി. ഈ ദുരന്തം നടന്ന് ഒരു വർഷമാകാറാവുമ്പോൾ ഇവിടെ ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൽ സുബലക്ഷ്മി തോട്ടം തൊഴിലാളിയായി ജീവിതം തുടരുകയാണ്. ഒരു വർഷമാകുകയാണ്. അന്ന് ആ ക്യാമ്പിൽ മകനെ കാണാനില്ലെന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ച് നടക്കുന്ന അമ്മയെ ഞങ്ങൾ കണ്ടിരുന്നു. ഒരു വർഷം കഴിയുന്നു. എന്താണ് നിങ്ങളുടെ ഒരു ജീവിതം? ഞങ്ങളൊരു ജീവിതം പറഞ്ഞപ്പോൾ ഞാനൊരാൾ പണിയെടുത്തിട്ട് വേണമല്ലോ സാറേ. മൂപ്പർക്ക് പണിക്ക് പോകാനും ചെയ്യാനൊന്നും പറ്റൂല. ഹസ്ബൻഡിന് വീട്ടിൽ തന്നെയാണ്, കാഴ്ചക്കുറവാണ്. ശരത്തായിരുന്നു ഒരു അത്താണി. ശരത്തിൻ്റെ ഒരു തന്നെ ആയിരുന്നു. അവൻ തന്നെ ആയിരുന്നു നോക്കലും പിടിക്കലൊക്കെ ആയിരുന്നു. നഷ്ടപരിഹാരം കിട്ടിയിരുന്നു? നഷ്ടപരിഹാരം പറഞ്ഞ മോന് മരിച്ചിട്ട് ഇങ്ങനെ 6 ലക്ഷം റുപ്യ കിട്ടിയിരുന്നു. വീടൊന്നും നിങ്ങൾക്ക് വീട് പറഞ്ഞ ഒരു സംഘടനയായിട്ട് തന്നിരിക്കുന്നു. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ലിസ്റ്റ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം 2ാം പ്രാവശ്യം ഞങ്ങൾക്ക് ലിസ്റ്റിലില്ല. ഇപ്പം ഞങ്ങൾക്ക് ഒരു വീടുണ്ട്. ആ വീട് ഇപ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും പണി ചെയ്യാനൊന്നും പറ്റൂല. പകുതി പണിയോടെ നിന്ന് കിടക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ അരിപ്പറ്റ. അത് സർക്കാർ വാടക? വാടക നിന്നിട്ട് ഇപ്പോൾ 3-4 മാസമായി. ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയത് പറഞ്ഞിട്ട് ഇതൊക്കെ അറിഞ്ഞത് കൊണ്ട് ആ വാടകയും നിന്നു. വീട് കിട്ടിയോ? വീട് കിട്ടിയിട്ട് ഇപ്പം ആ വീട് പണിയൊന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പം അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാണ്ട് പറ്റും. ഞങ്ങൾ കയ്യിൽ നിന്നാണ് ഇപ്പോൾ വാടക എടുത്ത് കൊടുക്കുന്നത്. പ്രതീഷും മോനും ശരത്ത് ബാബു എന്നാണ് എൻ്റെ മോൻ്റെ പേര്. ഈ 2ആളും പോയിട്ട് കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ആക്കിയിട്ട് വരാ പറഞ്ഞിട്ട് പോയതാണ് സാറേ. പിന്നെ ഞങ്ങൾക്ക് മോൻ കൂടി കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല സാർ. പാടുണ്ടായത് എനിക്കൊന്ന് ഒന്നും എൻ്റെ കൈ വിട്ടു പോയി സാറേ. ആ വിഷമം എനിക്ക് ഇനിയും ചെയ്തിട്ടില്ല. എനിക്ക് ഇവിടുത്തെ ഈ സ്കൂൾ ക്യാമ്പായി തിരഞ്ഞെടുത്ത സമയത്ത് നമുക്കറിയാം ഓരോ റൂമുകളിലും കരച്ചിലല്ലാണ്ട് വേറൊന്നും നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ രാവിലെ 6 മണി അല്ലെങ്കിൽ 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാ റൂമുകളിലും പോയിട്ട് ഉറങ്ങാതിരിക്കുന്ന മനുഷ്യരായിരുന്നു നമ്മൾ കണ്ടത്. ആദ്യം അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്ന് വെച്ചാൽ അവരെ ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു നമുക്ക് അവരോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അതായിരുന്നു. നമ്മളിങ്ങനെ തോളിത്തട്ടി അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മൾ ഭക്ഷണം വാരി കൊടുത്ത് വരെ ഓരോരുത്തരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നീട് അവർ പറഞ്ഞതാണ് അവർക്ക് ഈ ബഹളം അല്ലെങ്കിൽ രാത്രിയിലെ ഒച്ചപ്പാടൽ നമ്മൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് ശബ്ദം വരുന്നതൊക്കെ അവർക്ക് ഭയങ്കര അരോചകമായിട്ട്, അതായത് അവർക്ക് ശബ്ദത്തെ പേടിപ്പെടുത്തുന്ന മുഖങ്ങളായിരുന്നു. ഒറ്റയ്ക്കായിപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളുടെ ഇടയിലുണ്ട്. അവരെ ആരായിരിക്കും ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും? അവരുടെ അവസ്ഥ എന്നാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഇങ്ങനൊരു ആവശ്യം വരുമ്പോൾ ആരാണ് അവർക്ക് തണലാവുക? ആ ഒരു ചോദ്യം ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്കുണ്ട്. എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് വെച്ചാൽ ഒരു 12 വയസ്സുകാരി ഒരു മോളുണ്ട്. അവൾ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ക്യൂവിൽ അവൾ എപ്പോഴും പോയി നിൽക്കും. പക്ഷേ ഒരു ഡ്രസ്സ് പോലും അവൾക്ക് പാകാവില്ല. ഒരു ദിവസം ഇങ്ങനെ ഇവർ കൊടുക്കുന്ന സമയത്ത് പല ഡ്രസ്സ് ഇട്ടിട്ട് ഇവൾക്ക് പറ്റുന്നേ ഇല്ല. അപ്പോൾ ഇവളത് പെട്ടെന്ന് ഇവൾ നോക്കുമ്പോൾ എന്നെയാണ് കാണുന്നത്. അപ്പോൾ വേഗം വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഇവൾ കരഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സും ഇതൊക്കെ വാങ്ങിയിട്ട് പിറ്റേ ദിവസം അവൾ അതൊക്കെ ഇട്ടിട്ട് ഈ നമ്മൾ ഡ്രസ്സ് വയ്ക്കുന്ന റൂമിൻ്റെ അടുത്തുകൂടെ അവളുടെ ഒരു പോക്കുണ്ടായിരുന്നു. ഭയങ്കര വിളിച്ചിട്ട്, അതായത് എനിക്ക് പാകമുള്ള എനിക്ക് ഡ്രസ്സ് കിട്ടി എന്നുള്ള ആ ഒരു അവളുടെ ആ ഒരു ഇന്നും എനിക്ക് എപ്പോഴും എഴുതണം എന്ന് തോന്നുന്നതും അല്ലെങ്കിൽ എനിക്ക് പറയണം എന്ന് തോന്നുന്നതും അവൾക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ചെറിയൊരു സപ്പോർട്ടിൽ പോലും അവളുടെ മനസ്സിലുണ്ടായ ഒരു മാറ്റം മറക്കാൻ പറ്റാത്ത ഒരു അവളുടെ ആ ഒരു മുഖമായിട്ട് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ താഴ്ന്ന മണ്ണിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുള്ളൂ. മുണ്ടക്കായാണോ ചുരൽമലയാണോ അറിയില്ല. മണ്ണിൻ്റെ നിന്നാണ് കിട്ടിയ കുട്ടീനെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ചെവിയിൽ മഡ് ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ടും കൈയും ഒക്കെ ഒന്ന് ഫിസിക്കൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ക്യാമ്പിൽ നിന്ന് സെൻറ്റ് ജോസഫ് മേപ്പാടി UP സ്കൂളിൽ നിന്ന് വിട്ടത്.
മാതാപിതാക്കളുടെ വേർപാട് ഈ 5 വയസ്സുകാരിക്ക് തിരിച്ചറിയാനുള്ള ഒരു പ്രായമായിട്ടില്ല. ബന്ധുക്കളുടെ പരിലാളനയിലാണ് ഈ കുട്ടി ഇപ്പോൾ. ഉരുൾപൊട്ടൽ ദുരന്തം അനാഥമാക്കിയത് ബാല്യങ്ങളെ കൂടിയായിരുന്നു. സിദ്റത്തുൽ മുൻതഹ. അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ട ഈ 5 വയസ്സുകാരിയെ തേടി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ വഴിയിലൂടെ വന്നിരുന്നു. ദുരന്തം സംഭവിച്ച് 1 വർഷമാകാറാവുമ്പോൾ വീണ്ടും അവളെ തേടി ഞങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. എത്രയിലും പഠിക്കുന്നേ? 1ല. എവിടെയാ? എന്തൊക്കെ പഠിച്ചു ഇതുവരെ? എന്തൊക്കെ പഠിച്ചു? പാട്ട് പഠിച്ചില്ലേ? പാട്ട് പഠിച്ചില്ലേ? ആണോ? ഒരു വർഷം കഴിയുകയാണ്, ആകുകയാണ്. ജൂലൈ 31. മോളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടുത്താണ് ഇപ്പോൾ മോളുള്ളത്. വളരെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ പറയലുണ്ട്, മാതാപിതാക്കളെക്കുറിച്ച് ചെറിയ ഇതിലൊക്കെ ചോദിക്കലുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നോർമലാണ് ആൾ, വളരെ സന്തോഷവതിയാണ്. സ്കൂളിലൊക്കെ പോകുന്നുണ്ട്? സ്കൂളിൽ പോകുന്നുണ്ട്. മേപ്പാടി WM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഇപ്പം ചേർത്തിട്ടുണ്ട്. പിന്നെ കളിയുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥിതിയായി പോയല്ലോ. അതെ, തീരെ പ്രതീക്ഷിക്കാത്തതെന്ന് നടക്കുന്നതിൻ്റെ ജൂലൈ 30 രാത്രി ഞങ്ങൾ അവരായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ചതായിരുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്ന സമയങ്ങളിൽ അവർ ഫാമിലി അടക്കം ഒന്നായിട്ട് ഇവിടെ തന്നെയാണ് താമസം. 2 മാസത്തോളമൊക്കെ ഇവിടെ നിന്ന് താമസിച്ച് പോയി. അപ്പം അന്ന് അവർ നിന്ന സ്ഥലത്ത് നിന്ന് പുഞ്ചിരിമട്ടം നിന്ന് താഴത്തേക്ക് മാറിയതാണ്. അവർ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു മരുമകൻ്റെ ഇതിൽ. അപ്പം അങ്ങോട്ട് എല്ലാവരും കൂടെ മാറിയതാണ്. അവർക്കാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ 10 സെൻറ്റ് ഭൂമി മോളെ പേരിലേക്ക് ചേഞ്ചാക്കി ഇഷ്ടദാനമായിട്ട് എഴുതിയിട്ട് അതിൽ ഒരു വീട് അവർ വെച്ചിരുന്നുണ്ട്. ഒരു 90% തീർന്നിട്ടുണ്ട് വർക്ക്. അപ്പോൾ ഈ 31-ാം തീയതിൻ്റെ ഉള്ളിൽ കയറി കൂടാനുള്ള സംവിധാനമാണ്. തേപ്പിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള മറ്റുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചേട്ടൻ സ്ഥലം കൊടുത്തു? ഞാൻ സ്ഥലം കൊടുത്താണ്. 10 സെൻറ്റ് വീട് കുഞ്ഞിൻ്റെ പേരിലാണ്? കുഞ്ഞിൻ്റെ പേരിൽ. സിദ്റത്തുൽ മുൻതഹ വീടാണ്. കുഞ്ഞു വീടാണ്. നിങ്ങളുടെ സംരക്ഷണയിലായിരിക്കും? അതെ അതെ, തീർച്ചയായും. സ്വന്തം വീടും? അതെ. ഈ കരുതലിനെ എങ്ങനെ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ഇപ്പോൾ പറയാന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ 95% കിട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ ഇനി ഞാനും വൈഫും കുട്ടി. ആറ് വയസ്സുകാരിക്ക് സ്വന്തമായിട്ടൊരു വീടായി, സ്വന്തമായിട്ടൊരു വിലാസമായി. അവർക്ക് അച്ഛനും അമ്മയായിട്ട് അബ്ദുൽ അസീസും ഭാര്യയും. 1 വർഷത്തിന് ശേഷം ഇവിടുന്ന് മടങ്ങുന്നത് വളരെ സംതൃപ്തിയോടെയാണ്. കാരണം അനാഥത്വം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ കരുതലായിട്ട്, എന്തൊരു തുണയായിട്ട് ആ കുഞ്ഞിൻ്റെ കൂടെ ഇവരുണ്ടാകും. അതിജീവനം, ചേർത്ത് പിടിക്കൽ, നഷ്ടപരിഹാരം എന്നീ ആശ്വാസവാക്കുകൾ നമ്മൾ തുടർച്ചയായി പറയുമ്പോഴും ദുരന്തബാധിതരുടെ ജീവിതം പാടെ മാറിമറിഞ്ഞിരിക്കുകയാണ്. ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട അഭിജിത്ത് ഞങ്ങളോട് പറഞ്ഞ പോലെ നഷ്ടങ്ങൾ അത് എൻ്റേത് മാത്രമാണ്. ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കാനുള്ള കരുത്ത് അവർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.